ഇല്ല, ഇല്ല, ഇല്ല. ഇനിയും എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല റയാൻ. എത്രയും വേഗം അവളെ തീർക്കണം. അല്ലെങ്കിൽ എല്ലാം എന്റെ കൈവിട്ടു പോവും. ജോയിച്ചായന് എനിക്ക് നഷ്ടമാവും. എന്റെ ലിയ, നീ ഒന്ന് അടങ്ങ്. അത്ര വേഗം അവളെ ഒതുക്കാനൊന്നും കഴിയില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ. അവൾ കുരിശിങ്കൽ നിൽക്കുന്നിടത്തോളം കാലം അവരെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഒരു നിഴൽ പോലെ ജോയൽ എപ്പോഴും അവൾക്ക് പിന്നിലുണ്ടാകും. നീ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ജെസിയും. കുരിശിങ്കൽ നിന്ന് ലിയ നേരെ വന്നത് റയാനടുത്തേക്കാണ്. കൃഷ്ണയെ എത്രയും വേഗം എന്നതാണ് ലിയയുടെ ആവശ്യം. അതിനെ തടഞ്ഞുകൊണ്ട് സംസാരിക്കുകയാണ് റയാൻ. റയാൻ, പ്ലീസ്, എന്തെങ്കിലും ഒരു വഴി പറഞ്ഞതാ അവളെ അവിടെ നിന്ന് ഒഴിവാക്കാൻ. അവൾ അവിടെ നിന്നാൽ എനിക്ക് ഒരിക്കലും ജോയിച്ചാനെ കിട്ടില്ല. എന്റെ സ്വപ്നങ്ങൾ ഒന്നും നടക്കില്ല. ലിയ ഒരു ഭ്രാന്തിയെ പോലെ പുലമ്പിക്കൊണ്ടിരുന്നു. ലിയ, പോ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ ഇങ്ങനെ ടെൻഷൻ ആകാതിരിക്കെ. നിനക്കിപ്പോ എന്താ വേണ്ടത്? കൃഷ്ണയ്ക്ക് ആ വീട്ടിലുള്ള അവകാശങ്ങൾ ഇല്ലാതാക്കണം. അവളുടെ സ്ഥാനത്തേക്ക് നിനക്ക് വരണം. അത്രയുമല്ലേ? റയാൻ അവളെ ചൂഴ്ന്നു നോക്കിക്കൊണ്ട് ചോദിച്ചു. യെസ്, എനിക്ക് അത് മാത്രമാണ് വേണ്ടത്. അവൾക്ക് ആ വീട്ടിൽ ഒരവകാശവും വേണ്ട. ജോയിച്ചായൻ എന്റെയാ, എന്റെ മാത്രം. ലിയ ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറഞ്ഞു. അതിന് വഴിയുണ്ട്. ആ വീട്ടിലും ജോയലിന്റെ മേലും അവൾക്കുള്ള ഏറ്റവും വലിയ അവകാശം എന്താണെന്ന് അറിയോ നിനക്ക്? റയാൻ ക്രൂരമായ ചിരിയോടെ ചോദിച്ചു. ലിയ അവനെ സംശയത്താൽ ചുരുങ്ങിയ കണ്ണുകളോടെ നോക്കി. അവളുടെ വയറ്റിൽ വളർന്ന ജോയലിന്റെ കുഞ്ഞ്. വന്യമായി തിളങ്ങുന്ന കണ്ണുകളോടെ റയാൻ ലിയയെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ലിയയുടെ കണ്ണുകളും ഒരു നിമിഷം തിളങ്ങി. സോ, അതില്ലാതായ കുരിശിങ്കൽ തറവാട്ടിൽ അവൾക്കുള്ള അവകാശങ്ങളും തീരും. അതോടെ നിന്റെ കാര്യങ്ങൾ എളുപ്പമാവും. സിമ്പിൾ. റയാൻ ഒരുക്കമട്ടിൽ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞപ്പോഴേക്കും ലിയ ഓടി വന്ന് അവനെ പുണർന്നിരുന്നു. താങ്ക്സ് റയാൻ, ഇതിനല്ലേ ഒരു ഐഡിയ പറഞ്ഞു തന്നതിന്. ഇതിൽ അവൾ നിലം പതിക്കും. അത് കണ്ട് എനിക്ക് ആസ്വദിക്കണം. അവനെ കൂടുതൽ തന്റെ ശരീരത്തിലേക്ക് അടുപ്പിച്ചുകൊണ്ട് ഒരു ഉന്മാദിയെ പോലെ ലിയ പറഞ്ഞുകൊണ്ടിരുന്നു. താങ്ക്സ് മാത്രമേ ഉള്ളോ? റയാൻ ഒരു കുസൃതിച്ചിരിയോടെ ചോദിച്ചു. നിനക്ക് വേണ്ടതെല്ലാം എടുത്തോ റയാൻ. നിനക്ക് മുന്നിൽ എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ എപ്പോഴും തയ്യാറാണെന്ന് അറിയില്ലേ നിനക്ക്? ദാറ്റ്സ് മൈ ഗേൾ. പറയുന്നതിനൊപ്പം അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞു. മനയിലെ തന്റെ മുറിക്കുള്ളിൽ ജനൽപ്പാളികൾക്കിടയിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് കാശി. പുറത്തുനിന്നും തണുത്ത കാറ്റ് മുഖത്തേക്ക് പതിക്കുമ്പോൾ അവനൊരു കുളിർമയോടെ കണ്ണുകൾ മുറുകെ അടച്ചു. എന്തൊക്കെയോ ആലോചിച്ച് അവൻ കുറച്ചു നേരം അങ്ങനെ തന്നെ ഇരുന്നു പോയി. അപ്പോഴാണ് കയ്യിലിരുന്ന ഫോൺ റിങ് ചെയ്യുന്നത്. ഡിസ്പ്ലേ തെളിഞ്ഞ പേര് കണ്ട് ഒരു കള്ളച്ചിരിയോടെ അവൻ കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. എന്താണ് മിസ്റ്റർ കാശ്നാഥ്, മാനത്തേക്ക് നോക്കി സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണോ? മറുപുറത്തു നിന്ന് വന്ന കുസൃതിയോടെയുള്ള ചോദ്യം കേട്ട് കാശി അറിയാതെ ചിരിച്ചുപോയി. എന്നതാ നാദൂട്ട ഇത്രയങ്ങ് ചിരിക്കാൻ? ഒന്നുമില്ല എന്റെ പെണ്ണെ, ഞാനിപ്പോൾ വിചാരിച്ചതേ ഉള്ളൂ എന്റെ ജാൻസി റാണി വിളിച്ചില്ലല്ലോ എന്ന്. അതാണ് നാദൂട്ടൻ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും, ജെസ്സി ഗമയോടെ പറഞ്ഞു. ഉവ്വേ, നീ അവിടെ മാനത്ത് നോക്കിയിരുന്നോ? എനിക്കിവിടെ ആകെ ബോറടിക്കുന്നു. കാശി നിരാശയോടെ നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു. ഒറ്റപ്പെട്ടു പോയെന്ന് തോന്നുന്നുണ്ടോന്നാ? ജെസ്സി സങ്കടത്തോടെ ചോദിച്ചു. ഏയ് ഇല്ലടി, എനിക്ക് നീയില്ലേ, പിന്നെ എന്റെ കിച്ചു ഇല്ലേ, അത് മതിയടി. ജീവിതകാലം മുഴുവൻ സന്തോഷത്തോടെ ഇരിക്കാൻ അത് മാത്രം മതി. തെറ്റിദ്ധാരണകളൊക്കെ മാറുമ്പോൾ എല്ലാ സത്യങ്ങളും അറിയുമ്പോൾ ജോബി ആകെ തകർന്നു പോവും എന്ന് ഓർത്ത് മാത്രമാ ഞാനിപ്പോൾ വേദനിക്കുന്നത്, കാശി വേദനയോടെ പറഞ്ഞു. എല്ലാം ശരിയാകുന്ന ഇച്ചായൻ നിന്നെ തിരിച്ചറിയും. നമ്മളൊക്കെ കൂടെയുള്ളപ്പോൾ ജോബിച്ചായൻ എങ്ങനെ തളർന്നു പോകാനാണ്? അതിന് നമ്മൾ അനുവദിക്കുമോ? ജെസ്സി അവനെ തണുപ്പിക്കാനായി കളിയോടെ പറഞ്ഞു. ആ, എല്ലാം നല്ലതിനാകട്ടെ. അവൻ നെടുവീർപ്പിട്ടു. എന്നാ പിന്നെ എന്റെ പൊന്നുമോൻ വേഗം പോയി കിടന്നുറങ്ങാൻ നോക്ക്. ചെല്ല്. ആ, ഞാൻ പോകാം. പക്ഷേ അതിനു മുന്നേ ഉറങ്ങാനുള്ള ഗുളിക വേണം. വേഗം തായോ? കാശി കുസൃതിയോടെ പറഞ്ഞു. അയ്യടാ, ഉറക്ക ഗുളികയൊക്കെ മിന്നുകെട്ട് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്റെ മോൻ ചെല്ല്. അതേ കുസൃതിയോടെ തന്നെ ജെസ്സിയും പറഞ്ഞു. ഓ, നീ ഇന്ന് ഉറക്കം കിട്ടാതെ ഇങ്ങനെ കിടക്കുകയേ ഉള്ളടി. ഇത് ഉമ്മ കിട്ടാത്തതിന്റെ ശാപമാ. ഓ, അത് ഞാനങ്ങ് സഹിച്ചു. അതും പറഞ്ഞ് ജെസ്സി വേഗം ഫോൺ കട്ട് ചെയ്ത് കളഞ്ഞു. ജനൽ അഴികൾക്കിടയിലൂടെ കാണുന്ന പൂർണ്ണചന്ദ്രനെ നോക്കി അവൾ മനോഹരമായി പുഞ്ചിരിച്ചു. അതേപോലെ തന്നെ കാശിയും. പിറ്റേന്ന് രാവിലെ തന്നെ ലിയ തിരിച്ചു തറവാട്ടിലേക്ക് വന്നു. അവൾ മുറ്റത്ത് നിന്ന് അകത്തേക്ക് ഒന്ന് നോക്കി. ഉമ്മറത്തെ ചാരി കസേരയിൽ തന്നെ സേവ്യർ ഇരിപ്പുണ്ട്. അയാൾക്കടുത്തായി മറിയവും കുറച്ചു മാറി ഉമ്മറപ്പടിയിൽ ജോണും ജോസഫും. അവൾ എല്ലാവരെയും ഒന്ന് നോക്കിയ ശേഷം ഒന്നും മിണ്ടാതെ അകത്തേക്ക് കയറാനായി നടന്നു. ഒന്ന് നിന്നേ. കട്ടളപ്പടി കടന്ന് ഉള്ളിലേക്ക് കയറാൻ തുനിഞ്ഞതും സേവ്യറുടെ ശബ്ദം അവിടെ ഉയർന്നു. ലിയയുടെ കാലുകൾ പിടിച്ചു കെട്ടിയതുപോലെ നിശ്ചലമായി. അവൾ പേടിയോടെ തിരിഞ്ഞു നോക്കി. എവിടെയായിരുന്നു നീ? ഒട്ടും ഭയമില്ലാത്ത സേവ്യറിന്റെ ചോദ്യത്തിന് മുന്നിൽ ലിയ നന്നായി തന്നെ പതറി. എല്ലാവരും അവളെ തന്നെ ഒരു നിമിഷം ശ്രദ്ധിച്ചു. അത് ഞാൻ ഫ്രണ്ടിന്റെ കൂടെ അവളുടെ ഫ്ലാറ്റിൽ. ലിയ പതറിക്കൊണ്ട് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ഏത് ഫ്രണ്ടിന്റെ കൂടെ ആയിരുന്നു നീ? അത് സോനയുടെ കൂടെ. ആരോട് ചോദിച്ചിട്ടാ നീ ഇവിടെ നിന്നും പോയത്? മമ്മിയോടും പപ്പയോടും പറഞ്ഞിരുന്നു. അവരോട് മാത്രം പറഞ്ഞാൽ മതിയോ?
ഇത് ആരുടെ വീടാണെന്ന് ഓർമ്മയില്ലേ നിനക്ക്? അതോ മനഃപൂർവ്വം ആരെയും വകവയ്ക്കാത്തതാണോ? എന്താ അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നിയോ? അങ്ങനെയൊന്നും കരുതിയില്ല വല്യപ്പച്ച. തോന്നുമ്പോൾ ഇറങ്ങിപ്പോകാനും കയറി വരാനും ഇത് സത്രമല്ല. ഇവിടെ താമസിക്കുന്ന എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ. അതനുസരിക്കുന്നവർ മാത്രം മതി ഇവിടെ. മനസ്സിലായോ? സേവ്യർ ഗൗരവത്തോടെ തന്നെ പറഞ്ഞു നിർത്തി. മനസ്സിലായി. ലിയ പേടിയോടെ തലകുനിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി ഇത് ആവർത്തിക്കരുത്. പൊയ്ക്കോ. സേവ്യറിന്റെ അനുവാദം കിട്ടിയതും ലിയ വേഗം അകത്തേക്ക് കയറിപ്പോയി. ഹാളിലേക്ക് കയറിയപ്പോൾ തന്നെ കണ്ടു അവിടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന ജെസ്സിയെയും കൃഷ്ണയെയും. കൃഷ്ണയെ അവിടെ കണ്ടതും ലിയയുടെ കണ്ണുകൾ പകയിരിഞ്ഞു. അവൾ കണ്ണുകൾ മുറുകെ അടച്ച് അവളുടെ ദേഷ്യം നിയന്ത്രിക്കാൻ ശ്രമിച്ചു. അവിടെ നിൽപ്പ് കണ്ട് ജെസ്സി അടക്കി ചിരിക്കാൻ തുടങ്ങി. അതുകൂടി കേട്ടതും ലിയയ്ക്ക് സ്വയം നിയന്ത്രിക്കാൻ കഴിയാതെയായി. അവളുടെ കണ്ണുകൾ ക്രൂരതയുടെ കൃഷ്ണയുടെ വയറിലേക്ക് നീണ്ടു. ഇപ്പോൾ എല്ലാം കണ്ടും കേട്ട് സന്തോഷിക്കുന്നേ. നിന്റെ ഈ സന്തോഷത്തിന് അധിക നാൾ ആയുസില്ല. അവസാനിപ്പിക്കും ഞാൻ നിന്റെ എല്ലാ സന്തോഷങ്ങളും. അതിന്റെ തുടക്കം നിന്റെ വയറ്റിലുള്ള ഈ വിഷചിന്തയിൽ നിന്ന് തന്നെയാവും. കത്തുന്ന കണ്ണുകളോടെ കൃഷ്ണയുടെ വാലിലേക്ക് തന്നെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ലിയ വേഗത്തിൽ അവളുടെ റൂമിലേക്ക് പോയി കതകടച്ചു. കൃഷ്ണ റൂമിൽ ചെല്ലുമ്പോൾ ജോയൽ അവിടെ ഉണ്ടായിരുന്നു. ബെഡിൽ മലർന്നു കിടന്ന് കൈകൾ തലയ്ക്ക് പിറകിൽ വെച്ച് മുകളിലേക്ക് നോക്കി എന്തോ ആലോചിച്ചുകൊണ്ട് കിടക്കുകയാണവൻ. കൃഷ്ണ വന്നതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. അവൻ അവിടെ ഉള്ളതുകൊണ്ട് തന്നെ ആദ്യം ഒന്ന് മടിച്ചെങ്കിലും പിന്നെ രണ്ടും കൽപ്പിച്ച് ഉള്ളിലേക്ക് കയറി. അവനെ ശ്രദ്ധിക്കാതെ തന്നെ ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഇവൻ ഇന്നലെ രാത്രി എവിടെയായിരുന്നു? റൂമിലേക്ക് വന്നില്ലല്ലോ. പിന്നെ ഇപ്പോൾ എവിടുന്നാ വന്ന് കിടന്നത്? ബാൽക്കണി റെയിലിങ്ങിൽ പിടിച്ച് ദൂരേക്ക് കണ്ണുകൾ നട്ടുകൊണ്ട് അവൾ ആലോചനയോടെ നിന്നു. അരിയിൽ ആരോ ഉണ്ടെന്ന് തോന്നിയതും അവൾ കണ്ണുകൾ വെട്ടിച്ച് അങ്ങോട്ടേക്ക് നോക്കി. അവൾ നിൽക്കുന്നത് പോലെ റെയിലിങ്ങിൽ കൈകൾ താങ്ങി ദൂരേക്ക് നോക്കി നിൽക്കുകയാണ് ജോയലും. അവൻ അവിടെ നിൽക്കുന്നത് ഇഷ്ടപ്പെടാത്തതുപോലെ വെട്ടിത്തിരിഞ്ഞ് അകത്തേക്ക് പോകാൻ നിന്ന് കൃഷ്ണയെ തടഞ്ഞുകൊണ്ട് ജോയലിന്റെ കൈ അവളുടെ കയ്യിൽ മുറുകി. അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവൾ അവന്റെ വലം കൈയിൽ നിന്ന് കൈ വലിച്ചെടുക്കാൻ ശ്രമിച്ചു. പക്ഷേ അവന്റെ കൈ ഒന്നുകൂടി മുറുകിയതല്ലാതെ അവൾക്ക് പിടിപിടിക്കാൻ കഴിഞ്ഞില്ല. ജോ, എന്റെ കൈ വിട്. കൃഷ്ണ ദേഷ്യം കൊണ്ട് വിറച്ചു. ഞാൻ വിടാം, പക്ഷേ എനിക്ക് നിന്നോട് സംസാരിക്കണം. അത് കഴിഞ്ഞ് വിടാം. ജോയൽ അപേക്ഷ എന്നോണം കണ്ണുകൾ നിറച്ചുകൊണ്ട് പറഞ്ഞു. പറഞ്ഞതല്ലേ ഞാൻ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനില്ലെന്ന്. പിന്നെയും എന്തിനാ എന്നെ ശല്യം ചെയ്യുന്നത്? കൈവിട്, ഇല്ലെങ്കിൽ നിന്റെ ഇച്ഛാന് കിട്ടിയതുപോലെ നിനക്കും കിട്ടും. കൃഷ്ണ ദേഷ്യത്തോടെ മുരണ്ടു. തല്ലിക്കോ, എത്ര വേണമെങ്കിലും തല്ലിക്കോ. പക്ഷേ എനിക്ക് പറയാനുള്ളത് ഒന്ന് കേട്ടൂടെ നിനക്ക്? ഞാൻ നിന്റെ കാല് പിടിക്കാം. എനിക്ക് പറ്റുന്നില്ലടി, നീ ഇല്ലാതെ, നമ്മുടെ കുഞ്ഞില്ലാതെ പറ്റുന്നില്ലടി. അവളുടെ കയ്യിലെ പിടിവിടാതെ തന്നെ നിലത്ത് മുട്ടുകുത്തി ഇരുന്നു കൊണ്ട് അവൻ അവളോട് കെഞ്ചി. നിർത്തു ജോ, നമ്മുടെ കുഞ്ഞല്ല, എൻ്റെ കുഞ്ഞാ, എൻ്റെ മാത്രം. നീ എന്നെ തള്ളി പറഞ്ഞപ്പോഴും ഈ കുഞ്ഞ് എന്നോടൊപ്പം തന്നെ ഉണ്ടായിരുന്നു. അന്ന് തോന്നാത്ത എന്ത് സ്നേഹമാണ് നിനക്കിപ്പോൾ തോന്നുന്നത്? എന്ത് അധികാരത്തിന്റെ പേരിലായാണ് നീ ഈ കുഞ്ഞിന്റെ കാര്യം പറയുന്നത്? ആരുമില്ലാതെ ഒറ്റപ്പെട്ടു പോയതല്ലേ ഞാനും എൻ്റെ ഏട്ടനും. നീയെങ്കിലും എല്ലാം മനസ്സിലാക്കും എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. പക്ഷേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി. ആരും ഉണ്ടായിരുന്നില്ല ജോ, എനിക്കും എൻ്റെ കുഞ്ഞിനും ആരും ഉണ്ടായിരുന്നില്ല. തളർന്നു പോയപ്പോൾ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഉള്ളിലുള്ള സങ്കടത്തിന്റെ ഉറവ പൊട്ടിയതുപോലെ നിയന്ത്രണം വിട്ട് കൃഷ്ണ ജോയലിന് നേരെ പൊട്ടിത്തെറിച്ചു. അവളുടെ വാക്കുകൾക്ക് മുന്നിൽ ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ ജോയൽ അങ്ങനെ തന്നെ ഇരുന്നു പോയി. അവന്റെ കണ്ണുകൾ പെയ്തു. കൃഷ്ണയുടെ കൈയിലെ പിടി താനെ അയഞ്ഞു. അവന്റെ കൈ തട്ടി എറിഞ്ഞുകൊണ്ട് അവൾ വേഗത്തിൽ റൂമിനകത്തേക്ക് കയറി. ജോയൽ നിലത്തേക്ക് ഊർന്നിരുന്നു. റെയിലിങ്ങിലേക്ക് തല ചാരി വെച്ച് അവൻ കണ്ണുകളടച്ച് അങ്ങനെ തന്നെ ഇരുന്നു. അവന്റെ മനസ്സിലേക്ക് പല പല ഓർമ്മകൾ വന്നു പൊയ്ക്കൊണ്ടിരുന്നു. ആദ്യമായി കൃഷ്ണയെ കണ്ടതു മുതൽ ഈ നിമിഷം വരെയുള്ള കാര്യങ്ങൾ അവന്റെ മുന്നിൽ തെളിഞ്ഞു. മമ്മി, ഒന്ന് വേഗം കൊണ്ടുവാ. ഇനി ലേറ്റായ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ ഒറ്റയ്ക്ക് പോകേണ്ടി വരും. ഡൈനിങ് ടേബിളിൽ വന്നിരുന്നുകൊണ്ട് കിച്ചണിലേക്ക് നോക്കി ഉറക്കെ വിളിച്ചു പറയുകയാണ് ജെസ്സി. ഓ, ദാ വരുന്നടി. നീ കിടന്ന് കൂവി വിളിച്ച് നാട്ടുകാരെ കൂടി അറിയിക്കല്ലേ. ജെസ്സിയെ നോക്കി കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ട് ഷെർലി ബ്രേക്ക്ഫാസ്റ്റുമായിട്ട് അവിടേക്ക് വന്നു അവൾക്ക് വിളമ്പി കൊടുത്തു. റോസി ആൻറ്റി എവിടെ? കഴിക്കുന്നതിനിടയിൽ ജെസ്സി തിരക്കി. ഞാൻ ഇവിടെ ഉണ്ടേ. ആഹാ, ഇവിടെ ഉണ്ടായിരുന്നോ? മിണ്ടാതിരുന്ന് കഴിക്കടി. അവളുടെ തലയ്ക്കിട്ടൊരു ഒട്ടു കൊടുത്തുകൊണ്ട് ഷേർലി പറഞ്ഞു. ജെസ്സി, പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. പുതിയ കോളേജാണ്, പുതിയ കുട്ടികളും. പ്രശ്നത്തിനൊന്നും പോയേക്കല്ലേ. ജെസ്സിയുടെ മുടിയിൽ തലോടിക്കൊണ്ട് ഷേർലി പേടിയോടെ പറഞ്ഞു. എൻ്റെ പൊന്നു മമ്മി, ഒന്ന് നിർത്ത്. ഇതിപ്പോ എത്രാമത്തെ തവണയാണ്? ഞാനൊരു പ്രശ്നത്തിനും പോകത്തില്ല, പോരെ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ. ജോയിച്ചാനും ജോബിച്ചാനും ജിബിച്ചനും ഒക്കെയല്ലേ, പിന്നെന്താ? ആ, അത് തന്നെയാ എൻ്റെ പേടി. എല്ലാം കൂടെ അങ്ങോട്ട് ചെന്ന് ഇനി എന്തൊക്കെ പൊല്ലാപ്പാണ് ഉണ്ടാക്കി വെക്കാൻ പോകുന്നത്. ഷേർലി നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മുകളിലേക്ക് നോക്കി പറഞ്ഞു. അവരത് പറഞ്ഞപ്പോൾ തന്നെ പുറത്തുനിന്നും വണ്ടിയുടെ നീട്ടിയുള്ള ഹോണടി കേൾക്കാൻ തുടങ്ങി. ആ, എനിക്കുള്ള വിളി വന്നു. എന്നാ ശരി മമ്മീസ്, ഞാൻ ഇറങ്ങുവാണേ. അതും പറഞ്ഞ് ബാഗും കയ്യിലെടുത്ത് അവൾ പുറത്തേക്ക് ഓടി. ഉമ്മറത്ത് എത്തിയപ്പോൾ അവിടെ വല്യപ്പച്ചനും വല്യമ്മച്ചിയും അപ്പന്മാരും ഉണ്ട്. എല്ലാവരെയും ഒന്ന് നോക്കി വെളുക്കെ ചിരിച്ചുകൊണ്ട് ജെസ്സി മുറ്റത്തേക്ക് ഇറങ്ങി.
അവിടെ അവളെ കാത്തുന്ന പോലെ ജോയലും ജോബിനും ജിബിനും നിൽപ്പുണ്ട്. ജോയൽ അവന്റെ ബുള്ളറ്റിലാണ്. തൊട്ടുപിറകിൽ തന്നെ ബ്ലാക്ക് മഹേന്ദ്ര ഓപ്പൺ ജീപ്പിൽ ജോബിനും ജിബിനും. ജെസ്സി ഓടിപ്പോയി ജോയലിന്റെ പിന്നിൽ കയറി. പോകാം ചായ, ജോയലിനോട് പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നോക്കി എല്ലാവരെയും കൈവീശി കാണിച്ചു. എല്ലാവരും ഒരു പുഞ്ചിരിയോടെ അവരെ യാത്രയാക്കി. വിശാലമായ കോളേജ് ക്യാമ്പസിലേക്ക് അവരുടെ വാഹനം വന്നു നിന്നു. ജോയലിന്റെ വണ്ടിയുടെ പുറകിൽ നിന്ന് ഇറങ്ങി കോളേജ് മൊത്തത്തിലൊന്ന് വീക്ഷിച്ചുകൊണ്ട് അവൾ കണ്ണുകൾ അടച്ച് ശ്വാസം ഒന്ന് എടുത്തു വിട്ടു. എന്നതാടി, നീ കഥകളി കളിക്കുന്നോ? ജെസ്സിയുടെ കോപ്രായം കണ്ട് അവളുടെ തലയ്ക്കൊരു തട്ട് കൊടുത്തുകൊണ്ട് ജിബിൻ ചോദിച്ചു. ഏയ് ഒന്നുമില്ല ചായ, എന്നെ പോലെ നല്ല തല്ലിപ്പൊളി പിള്ളേരെ കൂട്ടിന് തന്നേക്കണേ എന്ന് കർത്താവിനോട് ഒന്ന് പറഞ്ഞു ഏൽപ്പിച്ചതാ. അതോർത്ത് നീ പേടിക്കണ്ട, നിന്റെ കൂടെ ചേർന്ന നല്ല പിള്ളേരും തല്ലിപ്പൊളി ആയിക്കോളും, ജോബിൻ അവളെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. ഓ ആയിക്കോട്ടെ, നിങ്ങളൊക്കെ പിന്നെ ഇവിടുത്തെ നല്ലവരായ ഉണ്ണികളാണല്ലോ. കഴിഞ്ഞ പ്രാവശ്യത് എത്രാമത്തെ സസ്പെൻഷൻ ആയിരുന്നു ജോബിച്ചായ? ജെസ്സി ഒന്ന് ആക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഡീ, നീ എൻ്റെ സസ്പെൻഷന്റെ കണക്കെടുക്കാതെ ക്ലാസ്സിൽ പോകാൻ നോക്ക്. അതെന്താ, നിങ്ങൾ പോകുന്നില്ലേ ക്ലാസ്സിൽ? ഇന്ന് ഫ്രഷേഴ്സ് വരുന്ന ദിവസമല്ലേ മോളെ, ഞങ്ങൾക്കിവിടെ കുറച്ച് പണിയുണ്ട്, മോള് ചെല്ല്. ജോയൽ കൈ ഒന്ന് നിവർത്തി ഞൊട്ട പൊട്ടിച്ചുകൊണ്ട് പറഞ്ഞു. ഓ നടക്കട്ടെ നടക്കട്ടെ, അടുത്ത സസ്പെൻഷനുള്ള വകുപ്പായി. അവന്മാരെ നോക്കി ആക്കി ചിരിച്ചുകൊണ്ട് ജെസ്സി ക്ലാസ്സിലേക്ക് പോയി. ഇന്ന് കോളേജിലെ ജെസ്സിയുടെ ഫസ്റ്റ് ഡേ ആണ്. ഡിഗ്രിക്ക് അഡ്മിഷൻ അടുത്തുള്ള കോളേജിൽ തന്നെ കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് അവൾ. അതും ഇച്ചായന്മാർ പഠിക്കുന്ന അതേ കോളേജിൽ തന്നെ. ജോയലും ജിബിനും അവിടെ തന്നെ PG ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് ആണ്. ജോബിൻ ഫൈനൽ ഇയറും. ഇന്ന് ലേറ്റ് ആണല്ലോ അളിയ, സംസാരിച്ചുകൊണ്ട് നിന്ന് അവരുടെ അടുത്തേക്ക് വന്ന് ജോബിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. അതിനെന്നതാടാ കാശിക്കുട്ട, നീ എന്നേക്കാൾ മുന്നേ ഇവിടെ ഹാജർ വച്ചില്ലേ? കാശിയുടെ കൈ തോളിൽ നിന്ന് വലിച്ചെടുത്ത് തിരിച്ചു പിടിച്ചുകൊണ്ട് ജോബിൻ പറഞ്ഞു. ആ കൈ വിടടാ. കാശി നിന്ന് തുള്ളാൻ തുടങ്ങി. ജോയലും ജിബിനും അത് കണ്ട് ചിരിക്കാനും. അവിടെ തന്നെ PG ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ് കാശിയും, ജോബിന്റെ ക്ലാസ്മേറ്റ്, അതിലുപരി ഉറ്റ സുഹൃത്തും. ജോയലുമായും ജിബിനുമായും അതേ ബന്ധം തന്നെയാണ് കാശിക്കുള്ളത്. കാശിയേട്ടാ, അവർ സംസാരിച്ചു നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു പയ്യൻ ഓടി കിതച്ചു വന്ന് കാശിയെ വിളിക്കുന്നത്. അവന്റെ വരവ് കണ്ട് എല്ലാവരും ആദ്യം ഒന്ന് പകച്ചു. എന്താടാ? തങ്ങൾക്കരികിലേക്ക് ഓടി വന്നു നിന്ന് കിതയ്ക്കുന്ന പയ്യനെ കുലുക്കി വിളിച്ചുകൊണ്ട് കാശി ചോദിച്ചു. അത് അവിടെ കിച്ചു. അവൻ എങ്ങനെയൊക്കെ അത്രയും പറഞ്ഞൊപ്പിച്ചു. കിച്ചുനെന്താ? കാശി പേടിയോടെ ചോദിച്ചു. ഏട്ടൻ വാ, അവിടെ ആകെ പ്രശ്നമാ. കാശിയുടെ കൈ പിടിച്ച് വലിച്ചുകൊണ്ട് അവൻ മുന്നിൽ നടന്നു. അവന് പിറകെയായി ടെൻഷനോടെ കാശിയും ജോബിനും ജിബിനും ജോയലും വേഗത്തിൽ നടന്നു. തൊട്ടടുത്ത ബ്ലോക്കിലേക്കാണ് അവൻ കാശിയും വലിച്ചുകൊണ്ട് പോയത്. അവിടെ ചെന്നപ്പോൾ അവിടെ ആകെ ഒരാൾക്കൂട്ടം. കോളേജിലുള്ള മുഴുവൻ കുട്ടികളും അവിടെ ഉണ്ടെന്ന് തോന്നിപ്പോയി അവർക്ക്. എന്താ നടക്കുന്നതെന്ന് അറിയാൻ ജോബിൻ കൂടി നിൽക്കുന്നവരെ വകഞ്ഞു മാറ്റി മുന്നിലെ കയറി. അവന് പിറകെ കാശിയും ജോയലും. മഹാദേവ! മുന്നിലെ കാഴ്ചയിൽ പകച്ചുകൊണ്ട് കാശി നെഞ്ചത്ത് കൈവച്ചു. ജോബനും ജിബിനും ജോയലും മുന്നിലെ കാഴ്ചയിൽ കണ്ണു തള്ളി നിൽപ്പാണ്. വായിൽ നിന്ന് ചോര തുപ്പി നിൽക്കുന്ന ഒരു പയ്യൻ. അവന്റെ മുടിയിൽ മുറുകെ പിടിച്ചു വലിച്ച് തനിക്ക് നേരെ തലയുയർത്തി പിടിച്ചുകൊണ്ട് നിൽക്കുന്ന കൃഷ്ണ. ആ പയ്യന്റെ അവസ്ഥ വളരെ ദയനീയമായി. അടികൊണ്ട് അവശനായിട്ടു. എന്നിട്ടും കലിയടങ്ങാതെ വീണ്ടും അവനെ അടിക്കുകയാണ് അവൾ. കിച്ചു! കാശിയുടെ ശബ്ദം അവിടെ മുഴങ്ങി. അവൾ തലയുയർത്തി നോക്കി. പാറിപ്പറക്കുന്ന നീള മുടിയിഴകൾക്കിലൂടെ അവൾ കാശിയെ ഇടംകണ്ണിട്ട് നോക്കി. അവൻ കലിപ്പിലാണെന്ന് കണ്ടതും അവൾ ആ പയ്യന്റെ മേലുള്ള പിടിവിട്ടു. അവൻ ഊർന്ന് നിലത്തേക്ക് വീണു. അവന്റെ തൊട്ടടുത്തായി നിലത്ത് മറ്റൊരു പയ്യനും അവശനായി കിടക്കുന്നുണ്ട്. അവൾ മുടിയിഴകൾ മാടി ഒതുക്കി കാശിയെ നോക്കി നല്ലൊരു ഇളി പാസാക്കി. അവളുടെ നാസികത്തുമ്പിലെ നീലക്കൽ മൂക്കുത്തി ഒന്ന് തിളങ്ങി. അവളുടെ ചിരി കണ്ട് കാശിയുടെ ദേഷ്യം ഇരട്ടിയായി. അവൻ അവളെ തുറച്ചു നോക്കി. അവൾ കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നിട്ട് നിവർന്നു നിന്ന് ചുറ്റും കൂടി നിൽക്കുന്ന എല്ലാവരെയും ഒന്ന് നോക്കി. അവളും അപ്പോഴാണ് എല്ലാവരെയും കാണുന്നത്. കുഴപ്പമായി എന്ന് മനസ്സിലായതും അവൾ നിലത്ത് കിടന്ന അവളുടെ ബാഗും കയ്യിൽ എടുത്ത് പതിയെ അവിടെ നിന്ന് വലിഞ്ഞു. അവൾ പോയതും കൂടി നിന്ന് എല്ലാവരും പതിയെ പിരിഞ്ഞുപോയി. ആരടാ അത്? അവിടെ നടന്ന സീനും കണ്ട് കണ്ണു തള്ളി നിന്നുകൊണ്ട് തന്നെ ജോബിൻ കാശിയോട് തിരക്കി. എന്റെ പെങ്ങളാ കൃഷ്ണപല്ലവി. അവൻ അത് പറഞ്ഞതും എല്ലാവരും ഒരു നിമിഷം അവനെ നോക്കി. എല്ലാവരുടെയും കണ്ണുകൾ അത്ഭുതം നിറഞ്ഞു. ആ അത്ഭുതത്തിനിടയിലും ജോയലിന്റെ കണ്ണുകൾ മാത്രം എന്തിനോ വേണ്ടി തിളങ്ങി. അവന്റെ മനസ്സിലേക്ക് അവളുടെ മുഖവും ആ നീലക്കൽ മൂക്കുത്തിയും മാത്രം തെളിഞ്ഞു വന്നു. അവന്റെ ചൊടികൾ അറിയാതെ തന്നെ പുഞ്ചിരിച്ചു.